ഇന്ന് നമുക്ക് ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വലിയ സൈസിലുള്ള 12 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചെറുനാരങ്ങ കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് വെള്ളമെല്ലാം നന്നായി തുടച്ചെടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതിനുശേഷം ചെറുനാരങ്ങ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ 4 ആക്കിയാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ചെറുനാരങ്ങയുടെ കുരു മാറ്റണം. അതുപോലെ ചെറുനാരങ്ങ കട്ട് ചെയ്യുമ്പോൾ കത്തിയിലും കട്ടിംഗ് ബോർഡിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ എല്ലാ ചെറുനാരങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് ഉപ്പും ചെറുനാരങ്ങയും ഇട്ട് കൊടുക്കണം. മൊത്തം 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബോട്ടിൽ നല്ല ടൈറ്റാക്കി അടച്ച് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. ഡെയിലി 2-3 പ്രാവശ്യം ഇതുപോലെ ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്യണം. കൂടുതൽ ചെറുനാരങ്ങ കിട്ടിയാൽ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഞാനിവിടെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ സോഫ്റ്റായി ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കി 100 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 4 പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത് 1/2 കപ്പ്, ഇതെല്ലാം കടായിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാച്ചാറിന് നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം മൂപ്പിച്ചെടുക്കണം. ഈ പാകമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. എണ്ണയുടെ ചൂടിൽ കിടന്ന് ഒന്നുകൂടി മൂത്ത് കിട്ടും. എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടാണ് പൊടികൾ ആഡ് ചെയ്യുന്നത്. ഈ ചൂടിൽ പൊടികൾ ചേർത്ത് കൊടുത്താൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. സ്റ്റവ് ഓഫാക്കി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ എണ്ണയുടെ ചൂടും കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് സ്റ്റവ് ഓൺ ചെയ്ത് പൊടികൾ മൂപ്പിച്ചെടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ അച്ചാറിന് നല്ല കൊഴുപ്പും കിട്ടും. അതുപോലെ ഒരുപാട് എരിവും കൂടില്ല. പൊടികൾ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ്, അതായത് 125 ml തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതുകൊണ്ട് അച്ചാർ കേടാകുമെന്ന പേടി വേണ്ട. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ നല്ല ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഗ്രേവിയിൽ ഉപ്പ് നോക്കി ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്യണം. പഞ്ചസാര 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. വിനെഗറിൻ്റെയും നാരങ്ങയുടെയും ഒക്കെ പുളി ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ചാർ ഭയങ്കര പുളിയായിരിക്കും. അവസാനമായി 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. അച്ചാർ ചൂടാറി കഴിഞ്ഞാൽ ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലേക്ക് പകർത്തിയതിന് ശേഷം അച്ചാറിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കണം. ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം അച്ചാറിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാർ ഫ്രിഡ്ജിൽ വയ്ക്കൊന്നും വേണ്ട. പുറത്ത് വെച്ചാൽ തന്നെ 1-2 മാസമൊക്കെ കേടുകൂടാതിരിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്